ഇവൻ ഞാൻ പറഞ്ഞില്ല 130 മണ്ഡലങ്ങളിൽ UDF ജയിച്ചാലും ഈ തീവ്രവാദി തോൽക്കണം എന്നൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. 139 മണ്ഡലത്തിൽ UDF ജയിച്ചോട്ടെ, പക്ഷെ ഈ തീവ്രവാദി തോൽക്കണം. ഇവനും ഇവന്റെ കുട്ടികളും പെണ്ണുങ്ങളും വാപ്പയും കുടുംബക്കാരും ലീഗരും അല്ലാത്തവരൊക്കെ തീവ്രവാദികളാ. എന്നാ ഉറച്ചു നിൽക്കും അവന് ഇല്ല. ഇവനായത് സുന്നി പണ്ഡിതന്മാരെ ചീത്ത അറിയാത്തത്. ഇന്നിപ്പം വഹാബികളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാ ഇല്ല. കാരണം ഓന്റെ മതം അതാണ്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓന്റെ മതമായിരുന്നു ഓനക്ക് പ്രശ്നം. തലയിക്കെട്ട് കണ്ട ഓനക്കും നമ്മളെ വത്താക്കോളം ബസീറിനൊക്കെ ഒരു വിറച്ചിലാണ്. ഈ ചുവന്ന തുണി കണ്ട മൂരിയോള മാതിരി ഒരു വെറുങ്ങലിക്കലാ. അപ്പോ സജറ ഗ്രൂപ്പ് മാത്രമല്ല, ഇവനക്ക് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ മൊത്തം ഒരുമിക്കേണ്ടതാണ്. കാരണം ഇപ്പൊ ഒരു തീവ്രവാദിയാണ്, ഒരു ഇസ്ലാമിക ഒരു വഹാബി തീവ്രവാദിയാണ് ഇവന്. അല്ല, AP കൊലുണ്ടാക്കി നമുക്ക് അറിവില്ല. കാരണം വല്ലാതെ തിണ്ണ ഇറങ്ങിക്കണല്ലോ ഇപ്രാവശ്യം ലീഗിൽ പോയിട്ട്. AP ഉസ്താദിന്റെ തിണ്ണാണ്ട് നിരങ്ങിയിട്ട് അവിടുത്തെ അണ്ടിയും പരിപ്പും ബദാമും ഒക്കെ കഴിച്ചിരിക്കുന്നു. അപ്പൊ വല്ലാതെ AP ഇപ്രാവശ്യം കളിക്കൂല എന്നാ തോന്നുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു സ്ഥലത്ത് നിന്ന് ചെറിയ പ്രശ്നം കേൾക്കാന്നല്ല, ബാക്കിയൊക്കെ ഉമ്മർ പൈസക്കും അമ്പലക്കടവിനും കുന്നംകുളം പൈസക്കും വേറെ ഏതൊക്കെ മൂല്യന്മാർക്കായിരുന്നു. AP വല്ലാതെ പറഞ്ഞിരുന്നില്ല. AP കോലുണ്ടാക്കുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഉമ്മർ പൈസതും അമ്പലക്കടവിന്റെ ഒക്കെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. AP അതിന് വിഷയമല്ലല്ലോ. AP ഇപ്പൊ നിങ്ങൾക്ക് പുത്തരിയല്ലല്ലോ, എന്നും ഉണ്ടാക്കണതല്ലേ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മാത്രമല്ലേ ഒരു സുഖം ഉണ്ടായിട്ടുള്ളൂ. ചെറിയൊരു സുഖം ഉണ്ടായത് പഞ്ചായത്ത് ഇലക്ഷനിൽ. അതിന് മുന്നൊക്കെ നിങ്ങൾ തെറിപ്പാട്ടല്ല മൗലൂദ് രൂപത്തിലൊക്കെ തെറിപ്പാട്ടുണ്ടാക്കിയിരുന്നു. ഞമ്മക്കിവിടെ പൊട്ടിക്കരഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളെ സുന്നികൾക്ക് സുന്നികളെ നിങ്ങൾ വല്ലാതെ വേട്ടയാടി ഈ വഹാബി ലീഗേര്. ആ ഒരു സങ്കടമേ ഉള്ളൂ, ആ ഒരു പ്രശ്നമുള്ളൂ. അല്ല ഇപ്പൊ നിങ്ങൾ ഭരണത്തിൽ വന്നിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെ പള്ളി നിങ്ങൾ ആക്രമിക്കും. ഇപ്പൊ AP മാത്രമല്ല ഈക്കക്കാരതും ആക്രമിക്കും. ഖുർആങ്ങൾ കത്തിക്കും. മദ്രസ കത്തിച്ചിട്ട് AP ഈക്കക്കാരിലും പേരിലിഞ്ഞിടും. വഹാബികളെ കത്തിക്കൈ വഹാബി ലീഗേരെ. അങ്ങനത്തെ ഒരു പേടിയുള്ളൂ. വേറെ എന്തൊക്കെ പേടികള്? വേറെ ഇപ്പൊ നിങ്ങൾ റേഷൻ കാർഡ് വിട്ടൊന്നുമില്ലല്ലോ. പിന്നെ നാട് കടത്താനുള്ള ഓർഡർ നിങ്ങൾക്ക് കിട്ടൂല. അതിനിപ്പോ കേന്ദ്രം വേണം. അല്ല അപ്പൊ ഞങ്ങൾക്ക് എന്താ പേടി? 10 കൊല്ലം ഇടദോഷം പറ്റി, ഇനി ഒരു 5 കൊല്ലം നിങ്ങളും പറ്റി. നിങ്ങൾ പറ്റിയ 10 കൊല്ലത്തെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടല്ല നിങ്ങൾ എത്തിക്കോളി. കാരണം പോക്കറ്റൊക്കെ വീർപ്പിച്ചോളി. പക്ഷെ സുന്നോളെ നേരത്തെ കയറരുത്. കാരണം AP ഈക്കും കൂടിയാണ് ഒന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പമ്പര കിടക്കും. നിങ്ങളെ ലീഗും ഉണ്ടാവില്ല, ചട്ടി ഉണ്ടാവില്ല, മുട്ടി ഉണ്ടാവില്ല. AP നിങ്ങൾ വേട്ടയാടിയൊക്കെ ബാക്കി മറ്റേ ഈക്കക്കാർ നിങ്ങളെ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കാനേ ഉണ്ടായിരുന്നുള്ളു. പോൽക്കും കിട്ടൽ തുടങ്ങിയിരിക്കണ്. അപ്പൊ ചിരിക്കണതിലൊക്കെ ഇപ്പൊ കരച്ചിൽ തുടങ്ങിയിരിക്കണ്. നമ്മൾ ചിരിച്ചത് വെറുതെ ആയി. ഈ AP പോലും അല്ല ഉപദ്രവിച്ചിരിക്കുന്നത് പോൽക്കും മനസ്സിലായിക്കണം. അപ്പൊ നിങ്ങള് AP വല്ലാതെ ഉണ്ടാവില്ല, പക്ഷെ ഈക്കക്കാരങ്ങൾ നല്ല ഉപയോഗിക്കും, പിന്നെ ഉപദ്രവിക്കും. ഇപ്പൊ സാജി പറഞ്ഞില്ലേ, കുന്നംകുളം വാക്കവിനൊക്കെ നിങ്ങളെ ചിലപ്പോ എന്തെങ്കിലും ചെയ്യും. ഏതായാലും ഉമ്മർ ഫൈസറെ കോലുണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട്, അമ്പലക്കടവിന്റെ ചെറിയൊരു കുട്ടിക്കോലും. അപ്പൊ പുത്തൻതാണി വെച്ചിട്ട് ഉണ്ടാക്കണ പറഞ്ഞിട്ട് 2 മണ്ഡലം കൂടി ഉള്ളു. ഒന്ന് കോട്ടക്കം മണ്ഡലം, ഒന്ന് തിരൂർ മണ്ഡലം, രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ്. ഇപ്പൊ കോട്ടക്ക മണ്ഡലത്തിൽ ജയിച്ചാലും കോലം ഉപയോഗിക്കുക, തിരൂർ മണ്ഡലത്തിൽ ജയിച്ചാലും കോലം ഉപയോഗിക്കുക. എവിടെയെങ്കിലും ഒന്ന് തോറ്റിച്ചിട്ട് കോലം ഉണ്ടാക്കിയത് നഷ്ടപ്പെടൂല. പണ്ട് മദനിയുടെ അതേമാതിരി കാലില്ലാതെ വരുത്താൻ അവിടെ തിരുനാവായെന്ന് വന്ന് കണ്ട് കാടാമ്പുഴ ആ ഭാഗത്ത് വെട്ടിച്ചേറ ഭാഗത്തൊക്കെ പ്രകടനം നടത്തിയിരുന്നു. ആ വീൽ ചെയറിൽ നിന്നിട്ട് ഓനെ ആക്സിഡന്റ് ആയിട്ട് ഓന്റെ കാലം അതുപോലെ ആവും ചെയ്ത്. അതിപ്പോ എന്തുകൊണ്ടാന്ന് നമുക്ക് അറിയില്ലട്ടാ. എല്ലാരും പറഞ്ഞിരുന്നു മദനിനെ കളിയാക്കിയിട്ടാണ്. പിന്നെ ലീഗിന്റെ കിതാബ് ഓതിയ പിന്നെ കളവ് പറഞ്ഞിട്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചിട്ടല്ലേ പരിചയമുള്ളൂ. ഇപ്പൊ ഈ സുന്നികളെ തമ്മിൽ തല്ലിപ്പിച്ചതൊക്കെ ഈ വഹാബി ലീഗേരാണല്ലോ. കാരണം വഹാബി ലീഗിന്റെ നേതാക്കന്മാരുടെ 99% വഹാബികളാണ്. മുസ്ലിങ്ങളില്ല. ഇനിയിപ്പോ വഹാബി അല്ലാത്ത ആളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വഹാബി സ്റ്റേജിൽ പോയ ഇതാണ് വലിയ നവോത്ഥാന നായകന്മാർ വഹാബികളാണെന്ന് പറഞ്ഞ സുന്നികളാണുള്ളത്. മുസ്ലിങ്ങൾ കുറവാണ് ഇതിൽ, ഒക്കെ വഹാബികളാണ്. ഇപ്പൊ പ്രസിഡന്റ് വരെ വഹാബികളല്ലേ. വഹാബി ആശയത്തിൽ വഹാബി സ്റ്റേജിക്കല്ലേ പോണത്. സുന്നിയോളെ സ്റ്റേജിക്ക് വരുന്നില്ലല്ലോ. സുന്നിയോളെ സ്റ്റേജിക്ക് വരണമെങ്കിൽ
പല നിബന്ധനകളും വേണം. അത് പ്രസിഡന്റിന് ഇഷ്ടപ്പെടാത്ത മൂല്യന്മാരൊന്നും അതിൽ പാടില്ല. ഈ ദീൻ എന്താണെന്നും അറിയാത്ത ഈ പ്രസിഡന്റിന്, ഇൽമ് പഠിക്കാത്ത പ്രസിഡന്റിനും തലകെട്ട് മൂല്യന്മാരെ വഹാബികളെ മാതിരി ദേശീയമാണ്. സുന്നീസം പറയുന്ന മൂല്യന്മാരൊക്കെ ഒഴിവാക്കും, എന്നിട്ടാണ്ട് വരുള്ളൂ. മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഉണ്ടല്ലോ സലാം, PMA സലാം, ഓന്തേ നിൽക്കാഞ്ഞത്? ഓന് ധൈര്യം പോരാ. കാരണം AP ക്കാര് ഈക്കക്കാര് ഓനിട്ട ആട്ടും ഉറപ്പാണ്. ഓന് പച്ചയായിട്ട് ലീഗിന്റെ സ്റ്റേജിൽ നിന്ന് ഓനക്ക് വോട്ട്, ഓന്റെ പാർട്ടി ആക്കിയ ആൾക്കാരെ, പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ഒക്കെ പിന്നെ പച്ച തെറി പറഞ്ഞവനാണ്. ഓന്തേ നിൽക്കാഞ്ഞത്? ആ കെട്ടിവെച്ച പൈസ കിട്ടൂല എന്ന് ഓനക്ക് ഉറപ്പായിരുന്നു. എവിടെ നിന്നാലും. അപ്പൊ അതുപോലെ ഒരു കുറച്ച് ടീമുണ്ട് ഇതില്. ഏത് പണ്ഡിതന്മാരും സയ്യിദന്മാരും പച്ചത്തീട്ടം നിന്ന് കുറച്ച് ടീം ഓരോ പച്ചർച്ച തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ലീഗിൽ കയറി കൂടിയ. ലീഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അത് പൊതു പ്ലാറ്റ്ഫോമാണ്. അവിടെ വഹാബിസം പറഞ്ഞാലോ? വഹാബിസം പറയ പോലെ സ്റ്റേജിൽ പോയിക്കോട്ടേന്ന്. ഇഷ്ടംപോലെ സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പൊ 5-8 ഗ്രൂപ്പ് ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലും പോവാലോ. രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ. അല്ല, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം ഭരിച്ചു, ഇനി 5 വർഷം റെസ്റ്റ് എടുക്കാം. നേരെ കുറച്ച് UDFനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ല, ഒന്ന് തൂറി മെലിയും. ജയിച്ചാൽ തന്നെ തൂറി മെലിയും. ഇപ്പൊ ഈ ഇടതുപക്ഷം കൊണ്ടുപോയ രീതിയിൽ കേരളത്തെ കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? UDFന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മുഴുവൻ ജനങ്ങളിരുന്ന് പൈസ പിരിച്ചിട്ട് KSRTC മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആരിടം പറഞ്ഞ് എന്ത് KSRTC പൂട്ടേണ്ട ആവശ്യമില്ല, താനെ പൂട്ടി പോകുന്നു. അങ്ങനെ താനെ പൂട്ടി പോകുന്ന അവസ്ഥയിൽ നിന്ന് ലാഭത്തിലെത്തിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഇനിയിപ്പോ പുതിയ പ്രകടന പത്രികയിൽ പറഞ്ഞെന്താ, UDF പെണ്ണുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ് യാത്ര കൊടുക്കുമെന്ന്. തൂറി മെലിയും. അധികാരത്തില് അല്ലെങ്കിൽ ജയിക്കട്ടെ, കാണാം നമുക്ക്. മക്കളെ തൊട്ട് കളിച്ച കൊല്ലാളി മക്കളെ പോകുന്ന മക്കളെ പോകുന്ന കളി ഞങ്ങൾ ഏതെങ്കിലും കുട്ടിയെ തൊട്ട് കളിച്ചാൽ ഓർത്തോ സുടാപ്പിക്കാരാ വലിയ കൊള്ളാക്കുന്ന അതിന്റെ മക്കളെ. പാടാ ഒറ്റക്കിടന്ന് അതിന്റെ പാടാ കളിച്ചത് അതിന്റെ മക്കളെ കാണുന്ന അതിന്റെ മക്കളെ എന്താ അതിന്റെ മക്കളെ എന്താ അതിന്റെ മക്കളെ പോകുന്ന പോളിയായ മക്കളെ അതിന്റെ മക്കളെ എന്താ വെച്ചേ കയ്യൂക്കുള്ള 2 പൊളിയാലുമാണ് ഞാൻ മക്കളെ കളി വേണ്ട എടുക്കലേ കളിച്ചാൽ ഓർത്തോ പൊളിയാലി മക്കളെ എന്താടാ വിചാരിച്ചേ അതിനെ പറയാം.